ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയില്ലേ? ഈ പെണ്ണിടയ്ക്ക് എന്നെ സ്വീപ്പാക്കുന്ന വീഡിയോ എല്ലാം എടുത്തിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ബൈ എൻ്റെ പേരാണ് മിയ. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഇന്നലെ ഇവർ പോകുന്ന സമയത്ത് ഞാൻ കാറിൽ കയറിയപ്പോൾ ഇവരെന്നെ കൊണ്ടുപോകാണ്ട് പോയി. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ ഇന്ന് ആദ്യം കാറിൽ കയറിയിരുന്നു. കുറേ നേരം ഇവളെ മോന്ത കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒളിച്ചിരുന്നു കേട്ടോ. ഈ പെണ്ണ് എന്നെ മാതിരിയല്ല, കുറേ മധുരം കഴിച്ചിട്ട് പല്ലെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് അവൾ എക്സ്റേ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു അവൾ പോയ സമയത്ത്. എനിക്ക് പിന്നെ വീട്ടിലേക്കുള്ള വഴിയുണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. വീടെത്താനായിട്ടുണ്ട് ഞങ്ങൾ. സമാധാനം എന്ന് പറഞ്ഞ സാധനം ഈ പെണ്ണ് എനിക്ക് തരൂല കേട്ടോ. നീ കിടക്കണ്ട, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണോ? ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാ. ഗ്രൂമിങ്? ഞാനൊന്നുമില്ല, എനിക്കിപ്പോ ഗ്രൂമിങ് ചെയ്യാനുള്ളൊരു മൂടൊന്നുമില്ല. നിങ്ങളിതൊന്നും കേൾക്കണം ഗൈസ്. എൻ്റെ മേത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ കളയുമ്പോൾ സാമാന്യ മര്യാദ എന്നുള്ള രീതിക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കണ്ടേ? ഇവരതൊന്നും ചോദിക്കൂല. ഞാൻ ആകെ വിഷമത്തില്ല. ഇവരെന്തി കാണിക്കുന്നത്? ഈ ചെറുക്കനെ കൊണ്ടൊക്കെ എന്നെ മാതിരി അടങ്ങിയിരിക്കാൻ പഠിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇത് കയറണമായിരിക്കും. ഇത് കയറിപ്പോയിട്ട് എന്തിനാന്നൊക്കെ എനിക്കറിയാം. എന്നെ തൊടരുത്, എനിക്ക് തൊടുന്ന ഇഷ്ടമല്ല. എടി പറയടി, എനിക്ക് തൊടുന്ന ഇഷ്ടമല്ലാന്ന്. നീ എന്നെ പിന്നെയും തൊടുന്നു. അവളൊന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്, എന്നും പറയൂല എനിക്ക് വേണ്ടിയിട്ട്. ഞാനിനി എന്ത് ചെയ്യും? എന്നെ കെട്ടിയിട്ടു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അങ്ങോട്ട് സഹിക്കാം. ചത്തോന്നറിയാൻ വന്നാണല്ലോടാ, ചത്തില്ല. ഒരു 5 കിലോൻ്റെങ്കിലും രോമം ഒരു പറിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് നല്ല വിഷമം. ഇപ്പം എൻ്റെ തലയിൽ മുടി വളരാത്തതുകൊണ്ട് അവൾക്ക് അങ്ങ് അസൂയ എൻ്റെ രോമം വളരുമ്പോഴേക്ക്. ഞാൻ എന്താ ചെയ്യുക? ഞാൻ നാട് വിടാൻ പോവാണ് ഗൈസ്. ബൈ.